എന്തായാലും മീനുവിന് തന്നേക്കാൾ 2-3 വയസ്സ് കൂടുതലുണ്ടാവും, അതുറപ്പാ. എങ്കിലും മീനുവിൻ്റെ ആ സൗന്ദര്യം അത് മനസ്സിൽ നിന്നും പോകുന്നില്ലല്ലോ, രാഹുൽ ചിന്തിച്ചു. പിറ്റേന്ന് രാവിലെ കോളേജിൽ പോകാൻ നേരം അമ്മ പറഞ്ഞു, എടാ എന്താ ഇന്ന് ഇത്ര തിരക്കിട്ട് പോകുന്നേ, ഭക്ഷണം കഴിച്ചിട്ട് പോടാ. അങ്ങനെ അവൻ ഒരു ദോശയും ചട്നിക്കറിയും കഴിച്ച് ചാടി എണീറ്റു. എടാ മതിയാക്കിയോ? മതിയമ്മേ, വിശപ്പില്ല. അതും പറഞ്ഞ് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി. അവൻ പോകുന്നത് നോക്കി ലക്ഷ്മിയമ്മ സിറ്റ് ഔട്ടിൽ നിന്നു. ഹോ, മുൻപൊക്കെ നല്ലപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ചെക്കനായിരുന്നു, ഇപ്പോൾ ഒന്നും വേണ്ടാതായി. പഞ്ചറായ ബൈക്ക് പോലും ശരിയാക്കാൻ കൊണ്ടുപോകാൻ അവന് സമയമില്ല, അമ്മ പിറുപിറുത്തു. അതേസമയം രാഹുൽ മീനു വരാറുള്ള വഴിയിൽ കാത്തുനിന്നു. ഇന്നും ഒന്ന് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു, അവൻ ചിന്തിച്ചു. പെട്ടെന്ന് അല്പം ദൂരെ നിന്നും മീനു വരുന്നത് കണ്ടു. ഹോ, എന്ത് സുന്ദരിയാണിവൾ, അവൻ മനസ്സിൽ പറഞ്ഞു. അവൻ അവളെ നോക്കി ചിരിച്ചു. ഇവനെന്താ തന്നെ നോക്കി ചിരിക്കുന്നേ? ഇന്നലെയും ബസ് സ്റ്റോപ്പിൽ കണ്ടതാണല്ലോ. ഇനി ഇവൻ തന്നെ ലൈനാക്കാൻ നോക്കുന്നതായിരിക്കുമോ ദൈവമേ, അവൾ മനസ്സിൽ ചിന്തിച്ചു. എന്തായാലും അവൻ്റെ നല്ല ഭംഗിയുള്ള ചിരി കണ്ട് അവൾക്കും ചിരിക്കാതിരിക്കാൻ തോന്നിയില്ല. പോരാത്തതിന് സുന്ദരനും. മീനുവും ഒന്ന് സ്റ്റൈലായി ചിരിച്ചു കാണിച്ചു. പെട്ടെന്ന് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. ദൈവമേ, ഇവൻ ഇങ്ങോട്ട് വരികയാണല്ലോ. ശരിക്കും എന്തായിരിക്കും ഇവൻ്റെ ഉദ്ദേശം? അതും ചിന്തിച്ച് മീനുവിൻ്റെ ഹൃദയം വേഗത്തിലിടിക്കാൻ തുടങ്ങി. അവൻ അടുത്തെത്തിയപ്പോൾ തന്നെ അവൾ രണ്ടടി മാറി ഗ്യാപ്പിട്ട് നടന്നു. അവൻ പറഞ്ഞു, എൻ്റെ ബൈക്ക് ഇന്നലെ മുതൽ പഞ്ചറായതാ, അതാ നടന്നിട്ട് പോകുന്നേ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് പോകാൻ ഭയങ്കര മടിയാ, അതാ ഇയാളെ കാത്തു നിന്നത്. അവൻ്റെ ചിരിച്ച മുഖത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ അവൾക്കും ചിരി വന്നു. അവൾ ചോദിച്ചു, ഫ്രണ്ട് വന്നില്ലേ ഇന്ന്? ഫ്രണ്ടോ? ഓ, ഇന്നലെ കണ്ട ഫ്രണ്ടാണോ? അവൻ്റെ പേര് ഉണ്ണിക്കുട്ടൻ. അവൻ ഇവിടെയല്ല താമസം, അവൻ ഇച്ചിരി ദൂരെയാ. പിന്നെ ഇന്നലെ ഇവിടെ വന്നത് ഇവിടെ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, അതാ, രാഹുൽ തട്ടിവിട്ടു. ഉവ്വ, വായ്നോട്ടമല്ലേ ആ പരിപാടി? ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള മീനുവിൻ്റെ ആ ചോദ്യം കേട്ടതും രാഹുൽ ചമ്മിപ്പോയി. അവൻ പറഞ്ഞു, എടോ, ഞങ്ങൾ അതിന് പൂവാലന്മാരൊന്നുമല്ല കേട്ടോ. അവൻ വീണ്ടും കള്ളം തട്ടിവിട്ടു. അപ്പോൾ അവൾ പറഞ്ഞു, അതെ, നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നത് ആരെങ്കിലും കണ്ടാൽ? ഓ, ആര് കണ്ടാൽ എന്താ? ഞാൻ കോളേജിലേക്ക് പോകുന്നു, ഇയാൾ ജോലിക്ക് പോകുന്നു. ഇനി ആരെങ്കിലും ചോദിച്ചാൽ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ, അവൻ പറഞ്ഞു. ശരി ശരി, അവൾ ചെറിയ പേടിയുള്ള മുഖഭാവത്തോടെ പറഞ്ഞു. ഹോ, ഇപ്പോഴുമുണ്ടോ ഇതുപോലെ ചുമ്മാ പേടിയുള്ള പെൺപിള്ളേര്, രാഹുൽ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ച് നടന്നു. പിന്നെ ബസ് വന്നപ്പോൾ മീനു മുൻപിലെ ഡോറിൽ കൂടിയും രാഹുൽ പിന്നിലെ ഡോറിൽ കൂടിയും കയറി. പതിവ് പോലെ നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നു. ഷേ, ബസ്സിൽ ഇത്രയും തിരക്കില്ലായിരുന്നെങ്കിൽ തനിക്ക് അവളോടൊപ്പം ഇരുന്ന് സംസാരിക്കാമായിരുന്നു, ഇറങ്ങേണ്ട സ്ഥലം എത്തുന്നത് വരെ, അവൻ ചിന്തിച്ചു. അങ്ങനെ അവൻ കോളേജിലെത്തി. അവൻ ക്ലാസ്സിൽ കയറിയ പാടെ കണ്ടത് ബാഗ് ഡെസ്കിൽ വെച്ചിട്ട് പുറത്തേക്ക് വരുന്ന ഉണ്ണിയെയാണ്. ഹാ ഉണ്ണി, നീ ഇന്ന് നേരത്തെ എത്തിയോ? ഹാ, ഇന്ന് നേരത്തെ ഇറങ്ങി. പിന്നെ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ? ഇന്ന് കണ്ടായിരുന്നോ? ഉണ്ണിയുടെ ഇളിച്ചുകൊണ്ടുള്ള ചോദ്യം. ആരെ കണ്ടായിരുന്നോ എന്ന്? ഓ പിന്നെ, ഒന്നും അറിയാത്തതുപോലെ, അതും പറഞ്ഞ് ഉണ്ണി അവനെ ഇക്കിളിയിട്ടു. രാഹുൽ ചിരിച്ച് ചിരിച്ച് അവൻ്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു, എടാ കണ്ടു കണ്ടു. ആഹാ, അങ്ങനെ പറ. എന്നിട്ട് എന്തായി, സംസാരിച്ചോ? ഉണ്ണിയുടെ ചോദ്യം. ഹാ, സംസാരിച്ചു. ഷോ, എടാ നീ ഒരു സംഭവം തന്നെ. എന്നിട്ട് എന്തൊക്കെ സംസാരിച്ചോ? അവൾ വളഞ്ഞോ? ഷോ, വളക്കാനൊന്നുമല്ല. ഉവ്വ, പിന്നെ എന്തിനാണാവോ? എനിക്കറിയില്ലേ മോനെ നിന്നെ, എപ്പോഴും ഓരോ കാമുകിമാര്. ഹാ, എടാ, ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കുന്നു, അത്രയുള്ളൂ, രാഹുൽ ഒരു ചിരിയോടെ പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. രാഹുൽ കോളേജിൽ പോകുമ്പോൾ മീനുവിനെ കാണുന്നതും അവളോട് സംസാരിക്കുന്നതും പതിവാക്കി. ഒരിക്കൽ രാവിലെ കോളേജിൽ പോകുന്ന രാഹുലിനോട് അമ്മ പറഞ്ഞു, എടാ, നിനക്കിപ്പോൾ ബൈക്കൊന്നും വേണ്ടേ? അത് പഞ്ചറായിരിക്കുമല്ലേ അമ്മേ, എന്ന് വെച്ച് അതങ്ങനെ ഇട്ടേക്കുവാണോ? നിനക്കത് കൊണ്ടുപോയി ശരിയാക്കാൻ മേലേ? ഓ, അതൊക്കെ പിന്നീട് ശരിയാക്കാം അമ്മേ, അതും പറഞ്ഞ് അവൻ പോയി. ഷോ, പണ്ട് നടന്നിട്ട് പോകാനും ബസ്സിൽ പോകാനും വലിയ മടിയുള്ള ചെക്കനാ, ഇപ്പോൾ പോകുന്ന പോക്ക് കണ്ടോ? അമ്മ താടിക്ക് കൈയും വെച്ചുകൊണ്ട് പെറുപെറുത്തു. ഗുഡ് മോർണിംഗ് മീനു. ഗുഡ് മോർണിംഗ്. ഇന്ന് നേരത്തെയാണല്ലോ. എന്നെ ഒഴിവാക്കി പോകാൻ വേണ്ടി 5 മിനിറ്റ് മുൻപേ ഇറങ്ങിയതാണോ? രാഹുൽ ചോദിച്ചു.
ഏയ് അതൊന്നുമല്ലടാ, മാമൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും അവിടെ നിന്നാൽ എന്നെ മാമൻ്റെ ഓട്ടോയിൽ കൊണ്ടുവിടാമെന്ന് പറയും. അതാ മാമൻ കാണാതെ നേരത്തെ ഇറങ്ങിയെ. മീനു ഒരു ചിരിയാലെ പറഞ്ഞു. ഓഹോ, അപ്പോൾ എന്നും രാവിലെ എന്നെ കണ്ടില്ലെങ്കിൽ ഒരെന്തോ പോലെയാ അല്ലേ? അതല്ലേ മാമനെ നൈസായി ഒഴിവാക്കിയത്? രാഹുൽ പൊടിമീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യടാ, ഓ പിന്നെ, നീ ഇങ്ങനെ എന്നും ഇവിടെ കഷ്ടപ്പെട്ട് നിൽക്കുവല്ലേ, അപ്പോൾ പിന്നെ പോട്ടെ, നിരാശപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടാ മീനുവും തട്ടിവിട്ടു. ഓഹോ, അങ്ങനെയാണല്ലേ? എന്നാൽ പിന്നെ നിന്റെ നമ്പർ എന്താ തരാത്തെ? തന്നില്ലെങ്കിൽ എനിക്ക് നിരാശയാകും കേട്ടോ. എന്താ വിളിച്ചേ? നീ എന്നോ? ചേച്ചി എന്ന് വിളിക്കടാ. മീനു കണ്ണുരുട്ടി. ഓ പിന്നെ ചേച്ചി, നീ ആകെ 2 വയസ്സല്ലേ കൂടുതലുള്ളൂ, എന്നിട്ട് ചേച്ചി അത്രേ? ഒന്ന് പോടി. എൻ്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഇതാ എടുത്തോ, അവൻ പുച്ഛഭാവം നടിച്ച് പറഞ്ഞു. താ, അവൾ താല്പര്യമില്ലാത്ത ഭാവം നടിച്ച് പറഞ്ഞു. അങ്ങനെ അവൻ അവൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു. അവൾ നമ്പർ അവളുടെ ഫോണിൽ സേവ് ആക്കി. നിന്റെ നമ്പർ കിട്ടിയില്ല കേട്ടോ. നിർബന്ധമില്ല, വെറുതെ ചോദിച്ചതേയുള്ളൂ, അവൻ വീണ്ടും പുച്ഛഭാവത്തോടെ പറഞ്ഞു. ആണോ? നിർബന്ധമില്ലെങ്കിൽ പിന്നെ വേണ്ടല്ലോ, അവളും വിട്ടില്ല. അല്ലെങ്കിൽ നമ്പർ തന്നേക്ക്, ചുമ്മാ ഇരിക്കുമ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് എങ്കിലും കാണാലോ, അവൻ പറഞ്ഞു. അപ്പോൾ തന്നെ മീനു അവൻ്റെ ഫോണിൽ മിസ് കോൾ ഇട്ടു. ദേ, മിസ് കോൾ ഇട്ടിട്ടുണ്ട്, വേണേൽ സേവ് ആക്കിക്കോ. ആ, നീ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം സേവ് ആക്കുക. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ ഒരു നുള്ള് വെച്ചു കൊടുത്തു. മതിയാക്ക് അവൻ്റെ ഒരു പുച്ഛം. ഷോ, എന്തൊരു നഖമാടി, വേദനിച്ചൂട്ടോ. അങ്ങനെ അവർ തമ്മിൽ എന്നും ഫോൺ വിളിയും സംസാരവും ഒക്കെ തുടർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ രാഹുലും മീനുവും സംസാരിച്ച് അങ്ങനെ നടന്നു പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഉണ്ണിയെ കണ്ടത്. അല്പം ദൂരെ നിന്നും അവരെ കണ്ടപ്പോൾ തന്നെ ഉണ്ണി കൈപൊക്കി കാണിച്ചു. എടാ, നീ എന്താ ഇവിടെ? ഇന്നും അവളുടെ പിന്നാലെ വന്നതാണോ? ആ അതേടാ, പക്ഷെ അവളെ കണ്ടില്ല. ഞാൻ ഇന്നലെ അവൾക്ക് ലവ് ലെറ്റർ കൊടുത്തായിരുന്നു. ഏത് ലെറ്റർ? ഞാൻ ഇന്നലെ എഴുതി തന്ന ലെറ്റർ ആണോ? ആ അത് തന്നെ. ഷേ, അതൊക്കെ കോമഡി അല്ലേടാ? രാഹുൽ ചോദിച്ചു. ഏയ് അതൊക്കെ മതിയെന്നേ. എന്തായാലും ഞാൻ ഇന്നലെ വൈകിട്ട് ലെറ്റർ കൊടുത്തു. ഞാൻ സംസാരിച്ചാൽ പോലും ഒരക്ഷരം പോലും മറുപടി പറയാത്തവളാ. പക്ഷേ ലെറ്റർ നീട്ടിയപ്പോൾ അവൾ ഉടനെ അത് വാങ്ങിയടാ. അപ്പോൾ അവൾക്ക് എന്നോട് മനസ്സിൽ ഇഷ്ടമുണ്ടെന്നല്ലേ അതിനർത്ഥം? ഉണ്ണി നാണത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. തേങ്ങാ കൊലയാ? ആ ലെറ്ററിൽ എന്തൊക്കെ മണ്ടത്തരങ്ങളാ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ വായിച്ചറിഞ്ഞ് പൊട്ടിച്ചിരിക്കാനാ അവൾ ആ ലെറ്റർ വാങ്ങിയത്. രാഹുൽ പറഞ്ഞത് കേട്ട് ഉണ്ണി കണ്ണു മേയിച്ചു നിന്നു. അങ്ങനെ ഉറപ്പിച്ച് പറയാതെ രാഹുൽ, എന്തായാലും അവൾ ലെറ്റർ വാങ്ങിയല്ലോ, അപ്പോൾ എന്തായാലും അതിന് ഒരു മറുപടി തരാതിരിക്കില്ല, മീനു ഇടയിൽ കയറി പറഞ്ഞു. അപ്പോൾ ഉണ്ണി പറഞ്ഞു. മീനു ചേച്ചി, പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? അവൻ്റെ ചേച്ചി വിളി കേട്ട് അവൾ ഒന്ന് പൊങ്ങി. കേട്ടോടാ, ചേച്ചി എന്ന് വിളിച്ചത് ഇങ്ങനെയാ ബഹുമാനിക്കേണ്ടത്, കേട്ട് പഠിക്ക്, അവൾ രാഹുലിനെ നോക്കി പുച്ഛഭാവത്തിൽ പറഞ്ഞു. ഓ പിന്നെ, ഒന്ന് പോടി. ഇവൾ നിന്നെ സഹായിച്ചത് തന്നെ ഉണ്ണിക്കുട്ട, കണ്ടറിയാം. ആ, നീ അങ്ങനെ പുച്ഛിക്കേണ്ട, ഞാൻ അവനെ സഹായിക്കും. നിനക്ക് എന്ത് സഹായമാ വേണ്ടത്, പറ ഉണ്ണി, മീനു ചോദിച്ചു. അത് ചേച്ചി, ചേച്ചി അവളോട് ആദ്യം കാഷ്വലായി സംസാരിക്കണം, എന്നിട്ട് പതുക്കെ എൻ്റെ കാര്യം പറയണം, എന്നിട്ട് അവൾക്ക് എന്നോട് ഇഷ്ടമാണോ അല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അത്രയുള്ള കാര്യം, ഇത് ഞാൻ സിമ്പിളായി ചെയ്യില്ലേ? അതും പറഞ്ഞ് അവൾ രാഹുലിനെ പുച്ഛഭാവത്തിൽ നോക്കി. എടാ, ഇവളെ ചുമ്മാ കയറി ചളമാക്കും കേട്ടോ, അതിലും നല്ലത് നീ തന്നെ നേരിട്ട് ചോദിക്കുന്നതാ, രാഹുൽ ഇടയിൽ കയറി പറഞ്ഞു. വയ്യടാ, മടുത്തു. ഇനിയും ഇവളുമാരോട് പ്രേമം തേങ്ങ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ വയ്യ. ഇത് അവസാനത്തെയാണ്, അതുകൊണ്ട് മീനു ചേച്ചി തന്നെ സംസാരിക്കട്ടെ, ഉണ്ണി നിരാശാഭാവത്തിൽ പറഞ്ഞു. എടാ, എന്താ അവളുടെ പേര്? മീനു ചോദിച്ചു. അവളുടെ പേര് അശ്വതി, ഉണ്ണി പറഞ്ഞു. ശരി. അങ്ങനെ അശ്വതിയും കാത്ത് അവർ 3 പേരും ആ ബസ് സ്റ്റോപ്പിൽ നിന്നു. ഇതെന്താടാ അവൾ ഇന്ന് വരാൻ വൈകുന്നത്, ഇനി ലീവായിരിക്കുമോ? രാഹുൽ പറഞ്ഞു. ഷേ ദൈവമേ, അവൾ ഇന്ന് ലീവാവരുതേ, ഇനിയും ഇതുപോലൊരു ചാൻസ് കിട്ടിയെന്ന് വരില്ല, ഉണ്ണി പറഞ്ഞു. അങ്ങനെ അല്പനേരത്തിന് ശേഷം അശ്വതി ബസ് ഇറങ്ങി വരുന്നത് കണ്ടു. ദേ ഡാ, അവൾ വരുന്നു, ഉണ്ണി വിളിച്ച് പറഞ്ഞു. എടാ, നിങ്ങൾ 2 പേരും അങ്ങോട്ട് മാറി നിൽക്ക്, അല്ലെങ്കിൽ അവൾക്ക് സംശയം തോന്നും, മീനു പറഞ്ഞു. അതുപോലെ തന്നെ രാഹുലും ഉണ്ണിയും കുറച്ചങ്ങോട്ട് നിന്നു. അശ്വതി ഉണ്ണിയെ കണ്ടപാടെ താൻ അവനെ മുൻപ് കണ്ടിട്ടേയില്ലാത്ത ഭാവത്തോടെ അവിടെ ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നത് കണ്ടപ്പോൾ രാഹുൽ വായും പൊളിച്ച് ഉണ്ണിയെ നോക്കി. എന്തുവാടാ ഇത്? നിനക്ക് ഇത്രയും സൗന്ദര്യമുണ്ടായിട്ടും നീ പ്രേമിക്കുന്നവരൊക്കെ എന്താ ഇങ്ങനെ പെരുമാറുന്നേ?
രാഹുൽ അതിശയത്തോടെ അങ്ങനെ പറഞ്ഞത് കേട്ട് ഉണ്ണി ഒന്നും മിണ്ടാതെ മുഖവും താഴ്ത്തി നിന്നു. പെട്ടെന്ന് മീനു അവളുടെ ജോലി തുടങ്ങി. അവൾ പതിയെ അശ്വതിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഇയാൾ ഏത് കോളേജിലാ പഠിക്കുന്നേ? മീനുവിന്റെ ചിരിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ട് അശ്വതി ഒരു ചിരിയാലെ മറുപടി പറഞ്ഞു. ഇയാളുടെ പേര് അശ്വതി എന്നല്ലേ? ആ അതെ, എങ്ങനെ അറിയാം? അവൾ ആകാംക്ഷയോടെ മീനുവിനെ നോക്കി. എടോ, ചുറ്റി വളക്കാതെ കാര്യം പറയാലോ. ഇയാളെ ഉണ്ണിക്കുട്ടന് ഇഷ്ടമാണെന്നാ പറഞ്ഞേ. ഇയാൾക്ക് അവനോട് എന്തെങ്കിലും ഉണ്ടോ? യെസ് ഓർ നോ, അത് മാത്രം പറഞ്ഞാൽ മതി. അത് കേട്ടതും അശ്വതി ഒരു ഞെട്ടലോടെ ഒന്നും മിണ്ടാതെ നിന്നു. അത് കണ്ടപ്പോൾ മീനു അപ്പുറത്ത് നിൽക്കുന്ന രാഹുലിനെയും ഉണ്ണിയും നോക്കി. സത്യത്തിൽ അശ്വതി അതിന് മറുപടി പറയാത്തത് കണ്ടപ്പോൾ മീനുവിന് ദേഷ്യം വന്നായിരുന്നു. അശ്വതി, എന്തെങ്കിലും പറയാനുണ്ടോ? മീനു വീണ്ടും ചോദിച്ചു. ഇല്ല, ഒന്നും പറയാനില്ല. അവൾ അത്രയും പറഞ്ഞതും മീനു ദേഷ്യത്തോടെ രാഹുലിന്റെയും ഉണ്ണിയുടെയും അടുത്തേക്ക് ചെന്നു.